ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ഇവിടെ ഈ മരത്തിന്റെയും അതുപോലെ കാറ്റാടി കുറ്റികളൊക്കെ അതുപോലെ കടലിൽ ഒലിച്ചു പോയിട്ട് മത്സ്യത്തൊഴിലാളികളുടെ വലയും മറ്റ് സാമഗ്രികളൊക്കെ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളൊരു ഒരു സംസാരം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയും വേദിക കടപ്പുറമൊക്കെ ഒന്ന് പഞ്ചായത്തിന്റെയൊക്കെ സഹായത്തോടുകൂടി അത് ക്ലിയർ ചെയ്യാം എന്നതിന്റെ ഉദ്ദേശത്തിലാണ് നമ്മൾ ഇവിടെ എല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുന്നത്. എന്നാൽ ശരി, ഈ ചടങ്ങിനെത്തിയ പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് അധ്യക്ഷ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഞങ്ങളുടെ ഗിരീഷ് സാറിനെ ക്ഷണിച്ചോളൂ. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ, പഞ്ചായത്തിന്റെ ഈ വാർഡിലെ പ്രതിനിധികൾ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യം ഈ അവസരത്തെ ഏറെ ഭംഗിയാക്കി തീർക്കുന്നുണ്ട്. അതുപോലെ പഴയ മെമ്പർ, കാരണം ഈ കടലോരത്ത് കൂടി നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പല പല പരാതികൾ അവർ പറയും. അതൊരു മെമ്പർമാർ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംവദിച്ച് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മരക്കുറ്റികൾ, കാറ്റാടി കുറ്റികൾ അവരെ വലകൾക്ക് നാശം സംഭവിക്കുന്ന, അവർക്ക് ജീവിതോപാധിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന അഭിപ്രായം പറഞ്ഞ സമയത്ത് ഇതിനു മുമ്പ് തന്നെ പല പ്രവർത്തനങ്ങളും ആരോഗ്യരംഗത്തായാലും ബോധവൽക്കരണത്തിൽ പഞ്ചായത്തിന്റെ പൂർണ്ണ സഹകരണം സ്പെഷ്യൽ പോലീസ് സ്റ്റേഷനുണ്ട്. ഭാവിയിലും അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവരോട് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, അതിരാവിലെ തന്നെ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ തീരദേശ മേഖലയായ ശിരിയയിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, അതുപോലെ ജനപ്രതിനിധികൾ, ഈ വാർഡിലെ മെമ്പർ സിദ്ദീഖും തൊട്ടടുത്തുള്ള വാർഡിലെ മെമ്പർ അശോകനും അതിന്റെ തൊട്ടടുത്തുള്ള വാർഡിലെ മെമ്പർ സോറയും അടക്കമുള്ള ജനപ്രതിനിധികളാണ് നിൽക്കുന്നത്. മംഗൽപാടിയുടെ തീരമേഖല എന്ന് പറയുന്നത് മനോഹരമായ ഒരു പ്രദേശമാണ്. പക്ഷെ ഇന്ന് ഈ സ്ഥലത്തും മാലിന്യം തള്ളുന്നത് ഒരു പതിവായി മാറിയിരിക്കുകയാണ്. അതിനെ ശുചീകരിക്കാൻ വേണ്ടിയുള്ള ശുചീകരണ പ്രവൃത്തിയിലാണ് ഞങ്ങൾ എല്ലാവരും ടീമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഒരിക്കലും മാലിന്യം തള്ളുന്ന ഒരു പ്രദേശമായി ഈ തീരദേശ മേഖല പോകാൻ പാടില്ല. അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ പരാതിയുണ്ട്. കഴിഞ്ഞ കാലവർഷം ശക്തമായ സമയത്ത് കടലെടുത്തു കൊണ്ടുപോയ പല മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തീരദേശത്ത് തന്നെ അടഞ്ഞിരിക്കുകയാണ്. അവർക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളുണ്ട്. അവരുടെ പല അടക്കമുള്ള കാര്യങ്ങളൊക്കെ നാശമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ വൃത്തിയാക്കി ഇവിടെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പ്രവൃത്തി ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രവൃത്തിയിൽ പ്രിയപ്പെട്ട മുഴുവൻ നാട്ടുകാരുടെ സഹായ സഹകരണം ഉണ്ടാകണം. ആരെങ്കിലും പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നുണ്ടെങ്കിൽ അത് ജനപ്രതിനിധികളുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ ആരോഗ്യ വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തണം. ശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്.